ശക്തമായ മഴയിൽ പ്രതീക്ഷയോടെ നട്ടുവളർത്തിയ വാഴത്തോട്ടം നഷ്ടമായ ദുഃഖത്തിലാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ കർഷകൻ. സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയ 500ഓളം വാഴക്കുലകളാണ് മഴയിൽ നശിച്ചത്. നാശനഷ്ടങ്ങളുടെ കണക്ക് തിട്ടപ്പെടുത്താൻ കൃഷിമന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി. നിലം വൃത്തിയാക്കാനായി എത്തിയപ്പോൾ കണ്ട പറമ്പ് പാട്ടത്തിനടുത്ത് കൃഷി തുടങ്ങിയതാണ് കഞ്ഞിക്കുഴി സ്വദേശി മോഹനൻ. സ്വർണ്ണമുഖി ഇനത്തിൽപ്പെട്ട 500ഓളം വാഴത്തൈകൾ പുരയിടത്തിൽ നടുകയും ചെയ്തു. ഒരു വർഷം നട്ടുപരിപാലിച്ച് വിളവെടുക്കാൻ സമയമായപ്പോഴാണ് മഴ വില്ലനായി എത്തിയത്. 20 മുതൽ 30 കിലോ വരെ തൂക്കമുള്ള വാഴക്കുലകളാണ് നശിച്ചത്. സംഭവം അറിഞ്ഞ കൃഷിമന്ത്രി ബന്ധപ്പെടുകയും നഷ്ടപരിഹാരം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 4-ാം വാർഡിലെ മോഹനൻ ചേട്ടന്റെ വാഴ കൃഷിയിടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിഭീകരമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ കുലകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ മോഹനൻ ചേട്ടൻ ഇതെല്ലാം വളർത്തിയത്. വിളയുന്നതിന് മുമ്പേ ഈ കാറ്റും മഴയും അത് നശിപ്പിച്ചിരിക്കുന്നു. വല്ലാത്തൊരു വേദനയോട്, ഹൃദയവേദനയോട് കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് വന്നത്. കൃഷി ഓഫീസറും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കർമ്മസേന കൺവീനറും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം വല്ലാത്ത വിഷമത്തിലാണ്. ഈ കൊല എന്ത് ചെയ്യുമെന്നൊന്നും വിളഞ്ഞിട്ടില്ല. കറിക്ക് പോലും പരിഭവമാകാത്ത തരത്തിലാണ് ഈ വാഴ എല്ലാം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നത്. പാകമായവ സമീപത്തുള്ള മാർക്കറ്റിൽ വിറ്റുകൊണ്ട് നഷ്ടം കുറയ്ക്കാനാണ് മോഹനന്റെ ശ്രമം. പിന്തുണയുമായി കഞ്ഞിക്കുഴി പഞ്ചായത്തും കൃഷി ഓഫീസും നാട്ടുകാരും ഒപ്പമുണ്ട്. ജില്ലയിൽ മഴ ശക്തമാകുന്നതോടെ പരമ്പരാഗത കാർഷിക മേഖലയിൽ നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.